മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. രാജ്യതാൽപര്യമല്ല, ചിഹ്നം ഭദ്രമാക്കാൻ മാത്രമാണ് CPM ലക്ഷ്യമെന്ന് PK ഫിറോസ്. രാജ്യതാൽപര്യത്തിനപ്പുറം പാർട്ടി താൽപര്യവും ചിഹ്നത്തിന്റെ സംരക്ഷണവും മാത്രം ലക്ഷ്യമിടുന്ന CPMന് ഈനാമ്പേച്ചിയെയും മരപ്പട്ടിയെയും ഒക്കെ ചിഹ്നമായി മാറാനുള്ള കാലം വിദൂരമല്ലെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അഭിപ്രായപ്പെട്ടു. പൊന്നാനി നിയോജക മണ്ഡലം UDYF കമ്മിറ്റി സംഘടിപ്പിച്ച ഇന്ത്യക്കായി ഒന്നിക്കാം എന്ന പ്രമേയത്തിൽ യൂത്ത് ഇന്ത്യ യുവസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. സമദാനി സാഹിബിന്റെ പാർലമെന്റിലെ പെർഫോമൻസ്, ഞാൻ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിക്കുകയായിരുന്നു. അദ്ദേഹം സംസാരിക്കാത്ത വിഷയങ്ങളുണ്ടോ ഇന്ത്യയുടെ പാർലമെന്റിൽ? പാർലമെന്റിലല്ലേ നമ്മുടെ ശബ്ദം മുഴക്കേണ്ടത്? എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക. പാർലമെന്റിലെ ചെയറിലിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഏത് MP സംസാരിക്കുമ്പോഴും ഇടപെടും. ടൈം പ്ലീസ് എന്ന് പറയും. പ്ലീസ് കൺക്ലൂഡ് എന്ന് ചെയർമാൻ പറയും. എന്നാൽ സമദാനി പ്രസംഗിക്കുമ്പോൾ അങ്ങനെയുള്ള സംസാരം നമ്മൾ കേൾക്കാറില്ല. ഒരിക്കലും ചെയർ പറയണം, നിങ്ങൾ ആ കവിതാ ശകലം കൂടി പറയും. അല്ലാമ ഇക്ബാലിനെ ഉദ്ധരിക്കും, 4 കവിത ചൊല്ല് എന്ന് സമദാനി സാഹിബിനോട് ചെയർ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയാണ്. പ്രസംഗം നിർത്താനല്ലാതെ പ്രസംഗം തുടരാൻ വേണ്ടി ഏതെങ്കിലും ചെയർ ഒരു MP പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് MP അബ്ദുൽ സമദാനി സാഹിബ് പ്രസംഗിക്കുമ്പോഴാണ്. അദ്ദേഹം ഏതെല്ലാം വിഷയങ്ങളിലാണ് സംസാരിക്കുന്നത്? നമ്മൾ യുവജനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമെടുക്കാം. ഇന്ത്യയുടെ കായിക മേഖലയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നു. അങ്ങനെയുള്ള ഒരാളല്ലേ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകേണ്ടത്? അതല്ലാതെ ഇവിടെ സാധാരണഗതിയിൽ ആരെയാ മത്സരിപ്പിക്കാറ്? ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും ഇടതുപക്ഷം. എന്നിട്ട് ഗ്യാസും കുറ്റി, ഗ്ലാസ്, സിദ്ദീഖലിൽ അങ്ങോട്ട് പറഞ്ഞതാ കുടിയിരിക്കലിന് പോകുന്ന മാതിരി നമ്മള് കുടിയിരിക്കലിന്റെ ചിഹ്നം പോലെ ആൾക്കാരെ ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയുള്ള കുറെ സാധനങ്ങൾ ആണ് ഇടതുപക്ഷം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ അവര് ചിഹ്നമായി അവതരിപ്പിക്കാറുള്ളത്. ഇത്തവണ ആ ചിഹ്നം അരിവാൾ ചുറ്റുക തന്നെ പാർട്ടിയുടെ ചിഹ്നമാണ്. എന്താ ചിഹ്നത്തിന്റെ കാരണം? ആ ചിഹ്നം വെക്കാനുള്ള കാരണം, ഒരാൾ പാർട്ടിയിലേക്ക് ചെന്നാൽ അപ്പൊ തന്നെ ചിഹ്നം കൊടുക്കില്ല. പിന്നെന്താ കാരണം? AK ബാലൻ പറഞ്ഞു, നമ്മൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല, പിന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്തിനാ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമ്മുടെ ചിഹ്നം നഷ്ടപ്പെട്ടു പോകാതിരിക്കണം. നമുക്ക് പിന്നെ ഏതൊക്കെ ചിഹ്നം കിട്ടുക? നമുക്ക് കിട്ടുക എലിപ്പട്ടി, മരച്ചീനി. ആ ചിഹ്നമൊക്കെ ഞാൻ തമാശ പറയല്ല, AK ബാലൻ പറയാണ്, ഞാൻ തമാശ പറയല്ല. പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷബീർ BM അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ CP ബാവ ഹാജി, യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫയ്ക്ക് തങ്ങൾ, ജില്ലാ സെക്രട്ടറി KC ഷിഹാബ്, ദർവേഷ് പൊന്നാനി, AR റൌഫ്, UDF നേതാക്കളായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ, PP യൂസുഫ് അലി, CM യൂസുഫ്, VV ഹമീദ്, ഷമീർ ഇടിയാറ്റേൽ, നബീൽ നെയ്ദുല്ലൂർ, കോയാസ് പൊന്നാനി, സവാദ് വലിയങ്കോട്, പ്രിൻസി, MSF ജില്ലാ സെക്രട്ടറി ഫർഹാൻ BM തുടങ്ങിയവർ സംബന്ധിച്ചു.